So in the we have discussed some basics of sampling. Okay, today also we are continuing the sampling. So when we consider a population, we may have to collect a small portion of the population, that is we call it as sample. So what is a sample size? Sample size is nothing but the number of selected individuals. For example, the number of students, number of families, number of patients for whom the required information is called sample size. നമ്മളൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റഡി നടത്തുമ്പോൾ ആ സ്റ്റഡിക്ക് ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് ആ എണ്ണമാണ് നമ്മൾ സാമ്പിൾ സൈസ് എന്ന് പറയും. ഓക്കെ, so that is sample size. Okay, so what is the advantage of taking more samples? ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് സാമ്പിൾ എടുക്കാൻ പറ്റുള്ളൂ. സപ്പോസ് യു ആർ കണ്ടക്ടിങ് എ സർവേ on some topic with reference to the people living in India. So what happens? അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യുക, നമുക്കത് പോയി എടുക്കുക എന്നൊക്കെ പറയുന്നത് ഫിനാൻഷ്യലി നമുക്ക് ഭയങ്കര ബേർഡൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ദൂരസ്ഥലങ്ങളിൽ വളരെ കോംപ്ലിക്കേറ്റഡായ മേഖലകളിലൊക്കെ ചെല്ലുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അവിടെയൊക്കെ സാമ്പിൾ സൈസ് നമ്മൾ കണ്ടമാനം സാമ്പിൾ സൈസ് കൂട്ടിയാലും പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് സാമ്പിൾ എടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ, സോ പക്ഷേ അതേസമയം വി ഷുഡ് റെഡ്യൂസ് ദ വേരിയബിലിറ്റി. വേരിയബിലിറ്റി മീൻസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂവും പോപ്പുലേഷൻ്റെ യഥാർത്ഥ വാല്യൂവും തമ്മിലുള്ള ഡിവിയേഷൻ, അതാണ് വേരിയബിലിറ്റി. ആ ഡിവിയേഷൻ നമ്മൾ കുറയ്ക്കണം, മനസ്സിലല്ലേ? സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ എസ്റ്റിമേറ്റിൻ്റെ വേരിയൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. സാമ്പിൾ എണ്ണം ഇപ്പോൾ 30 പേരുടെ ഒരു സാമ്പിൾ എടുത്തു, 40 പേരെ എടുത്തു, 50 പേരെ എടുത്തു, അങ്ങനെ സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് എസ്റ്റിമേറ്റിൻ്റെ വേരിയബിലിറ്റി കുറയും. അതായത് എസ്റ്റിമേറ്റർ എങ്ങോട്ട് ക്ലോസ് ആയിക്കൊണ്ടിരിക്കും, ഒറിജിനൽ പാരാമീറ്റർ വാല്യൂവിനോട് ക്ലോസ് ആയിക്കൊണ്ടിരിക്കും. അതാണ് സാമ്പിൾ സൈസ് കൂട്ടിയാലുള്ള ഗുണം. പക്ഷെ അതേസമയം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് അല്ലെങ്കിൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടൊക്കെ വെച്ച് ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ഒരു സർവേ നടത്താൻ എളുപ്പമാണ്. നിങ്ങളോട് പറയുകയാണ് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ കോളേജുകളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, പല സ്ഥലങ്ങളിൽ പോകണം. സോ there are several difficulties for collecting the sample. Actually, if we get more sample, then the estimate will be close to original value. Okay, ഇപ്പം നിങ്ങളുടെ ഉദാഹരണം തന്നെ എടുത്തോ. നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ 19 കുട്ടികളുണ്ട്. 19 കുട്ടികളുടെ മാർക്ക് എടുത്ത് ആവറേജ് കിട്ടുന്ന മാർക്ക്, അതിന് പകരം നമ്മൾ 2 കുട്ടികളുടെ എടുത്താൽ ചിലപ്പോൾ അത്രയും അടുത്ത് വരില്ല. പക്ഷെ അതേസമയം 3 പേരെ എടുത്താൽ കുറച്ചും കൂടി അടുത്ത് വരും ആവറേജ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 4 പേരെ 5 പേരെ. അപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ച്, സാമ്പിൾസിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന എസ്റ്റിമേറ്റർ ആവറേജ് വാല്യൂ ആണെങ്കിൽ അത് that will be close to population average or population parameter. Okay, second point we have to remember is the larger is the sample size, the higher is the confidence in the inference made. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുന്നത്, അതായത് പ്രിസിഷൻ കൂടുന്നത് എപ്പോഴായിരിക്കും? സാമ്പിളിൻ്റെ സൈസ് കൂടുമ്പോഴായിരിക്കും. ഇപ്പോൾ 2 പേരുടെ കാര്യം വെച്ച് പറയുന്നതാണോ 10 പേരുടെ കാര്യം വെച്ച് പറയുന്നതാണോ കൂടുതൽ പ്രിസിഷൻ? കൂടുതൽ പേരുടെ ഒബ്സർവേഷൻ വെച്ച് പറയുന്നതായിരിക്കും കൂടുതൽ പ്രിസിഷൻ കൂടുതൽ. So in many situations confidence level is used as a basis for deciding sample size. അപ്പോൾ സാമ്പിൾ സൈസ് ഡിസൈഡ് ചെയ്യാനുള്ള മറ്റൊരു മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഡൻസ് ആണ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിൻ്റെ പ്രിസിഷൻ. മൂന്നാമത്തെ പോയിന്റ് നോക്കുക. ഇൻ മെനി റിയൽ പ്രോബ്ലംസ് ദ ഫാക്ടർ ഓഫ് ഓവർറൈഡിങ് ഇമ്പോർട്ടൻസ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ സ്റ്റഡി. So, and the problem then become one of the designing sample scheme to
achieve the highest statistical efficiency subject to the budget of the survey. അപ്പോൾ നമ്മൾ ഇപ്പോൾ വലിയൊരു സ്റ്റഡി നടത്തണമെങ്കിൽ അത്രത്തോളം കോസ്റ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ കോസ്റ്റും കൂടി നമ്മൾ സാമ്പിൾ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാമ്പിൾ ഫ്രെയിം ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു ഓൾ കേരള സ്റ്റഡി ആണെങ്കിൽ ഓരോ ജില്ലയിൽ നിന്ന് എത്ര എണ്ണം എടുക്കണം, എവിടെ നിന്നൊക്കെ എടുക്കണം, അതൊക്കെ കോസ്റ്റ് കൂടി അതിൻ്റെ ഒരു ഫാക്ടറായിട്ട് വരണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു സാമ്പിൾ സൈസ് ഡിസൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ എ കീ സ്റ്റെപ്പ് ഇൻ ഡെവലപ്പിംഗ് ദ ഡിസൈൻ ഓഫ് എ സർവേ ഈസ് ഡിറ്റർമൈനിങ് ദ സാമ്പിൾ സൈസ്. സോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. മനസ്സിലായില്ലേ? ഡിറ്റർമിനേഷൻ ഓഫ് ദി സാമ്പിൾ സൈസ്. And based on the requirement of the survey, the size can be decided. Okay, and നമുക്കറിയാം നമ്മുടെ SPSS സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസസ്, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യാം. മനസ്സിലായില്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാനുവലായിട്ട് സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമുക്ക് സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യാം. അതൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്, ഓൺലൈനായിട്ട് ഡിറ്റർമിൻ ചെയ്യാം. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ട 3 പോയിന്റ്സ് ആണ്. ഒന്ന്, വേരിയബിലിറ്റി കുറയണം, അത് ഉണ്ടാവണമെങ്കിൽ സാമ്പിൾ സൈസ് കൂടുതൽ വേണം. പിന്നെ കോൺഫിഡൻസ് കൂടുതലാണെങ്കിൽ സാമ്പിൾ സൈസ് കൂടുതൽ വേണം. ഇനി സാമ്പിൾ സൈസ് കൂടുതലെടുത്താൽ ചിലപ്പോൾ കുറച്ച് കോസ്റ്റ് മേ ബി ഇൻക്രീസ്ഡ്. സോ ദാറ്റ് ഷുഡ് ബി considered for the sample selection. Now, what is sample design? Okay, what is sample design? Suppose you are collecting a sample, collecting data from our college. So we can consider different departments, different classes. And from each class you can select some samples. Okay, so the way researcher select the sample or students or families etc is called sampling design. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കോളേജിനെ മൊത്തം ഡിപ്പാർട്ട്മെൻറ്റായി തിരിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ ക്ലാസ്സുകളായി തിരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ ക്ലാസ്സിൽ നിന്നും 10 പേരെ 5 പേരെയൊക്കെ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ആ ഒരു മെത്തഡോളജീനെ പറയുന്നതാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ദ ടെക്നിക് ഓർ പ്രൊസീജിയർ ഓഫ് റിസർച്ചർ വുഡ് അഡോപ്റ്റ് ഇൻ സെലക്ടിങ് ദ സാമ്പിളിംഗ് യൂണിറ്റ്സ് ഫ്രം ഇറ്റ്സ് ഇൻഫ്ലുവൻസസ് അബൌട്ട് ദ പോപ്പുലേഷൻ ആയിട്ട്. അപ്പോൾ ഇത് ആ മെത്തേഡിനെയാണ് പറയുക, സാമ്പിൾ എടുക്കുന്ന മെത്തേഡിനെയാണ് പറയുക. റിസർച്ച് അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ പറയുക സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുക. ഓക്കെ, സോ Now, what is sampling unit? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു സാമ്പിളിംഗ് യൂണിറ്റ്. അപ്പോൾ ഇത് ഈ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് സാമ്പിളിംഗ് യൂണിറ്റ്? ഈച്ച് ഇൻഡിവിജ്വൽ ഓർ കേസ് ദാറ്റ് ബിക്കംസ് ദ ബേസിസ് ഓഫ് സെലക്ടിങ് എ സാമ്പിൾ ഈസ് കോൾഡ് സാമ്പിളിംഗ് യൂണിറ്റ് ഓർ സാമ്പിളിംഗ് എലിമെൻറ്റ്സ്. ഇനി വാട്ട് ഈസ് സാമ്പിളിംഗ് ഫ്രെയിം? സാമ്പിളിംഗ് ഫ്രെയിം ഈസ് എ source material or device from which sample is drawn. It is a list of all those who within a population who can be sampled and may include individuals, households, institutions, etc. ഇപ്പോൾ നമ്മുടെ കോളേജാണ് നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ്. മനസ്സിലായില്ലേ? ഓരോ ക്ലാസ്സിൻ്റെ ലിസ്റ്റ്. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ പിന്നെ ഡിസൈഡ് ചെയ്യുക ആരെ എടുക്കണം എന്നൊക്കെ. ഇറ്റ് ഷുഡ് ബി കോംപ്രിഹെൻസീവ്, കംപ്ലീറ്റ് ആൻഡ് അപ് ടു ഡേറ്റ്. ഓക്കെ, നമ്മൾ ഇലക്ട്രൽ രജിസ്റ്റർ ഉണ്ടാവും. നിങ്ങൾ വോട്ട് ചെയ്തവരാണെങ്കിൽ ഇലക്ട്രൽ രജിസ്റ്റർ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ രജിസ്റ്റർ, അതൊക്കെ ഒരു സാമ്പിൾ ഫ്രെയിമാണ്, സാമ്പിളിംഗ് ഫ്രെയിമാണ്. നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്, 19 കുട്ടികളുടെ ലിസ്റ്റ് നമ്മുടെ ലിംബേസിലുണ്ട്, അതൊരു സാമ്പിളിംഗ് ഫ്രെയിമാണ്. ഓക്കെ, ഇനി another term is standard error. So what is standard error? Standard error എന്ന് പറഞ്ഞാൽ it is actually the standard deviation of the statistic. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു ഫോർമുല കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. സ്റ്റാൻഡേർഡ് എറർ. സപ്പോസ് യു ആർ സെലക്ടിങ് എ സാമ്പിൾ ദാറ്റ് ഈസ് x1, x2, എക്സെട്ര xn. ഇതൊരു സാമ്പിളിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ,
Now these are all random variables, so you can have the expectation of x1 and variance of x1. Okay, so this is the expectation and variance of these variables. Okay, and what is standard deviation? Then you will have standard deviation of x, that is standard deviation of x1. And another, that is actually square root of variance of x1. So this is the standard deviation, right? Standard deviation. Now now standard error. Now let us compute a statistic, that is, for estimating the population mean we can use the sample mean. What is sample mean? Sample mean is nothing but, what is that? Yeah, this is some observations. So this is the sample mean that we are using to estimate the population mean. Population mean varam the sample mean. It is called what is standard error? Standard error is the variance standard deviation of this estimator. First of all, we have to find out variance of this estimator. Variable variance of estimator ആണ് ട്ടോ. Variance of variable അല്ല, x ന്റെ അല്ല, x ബാറിന്റെ ആണ്. മനസ്സിലായില്ലേ? അതിന്റെ വേരിയൻസ്. So what is that? This is variance of this one. Okay. So this is actually ഇത് യഥാർത്ഥത്തിൽ നമ്മളത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർമുല വേണം ജസ്റ്റ് ഓർത്ത് വെക്കാം. This is nothing but summation I from 1 to n variance, sorry, by n square. ഇതാണ് ഈ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത്. Now what is standard error? Standard error is എക്സ് ബാറിൻ്റെ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? Right? So this is a standard error. Okay. So what is standard? Standard deviation of the sampling distribution of statistics is known as standard. Okay. Standard error. Now, what is the advantage or notion of standard error to be considered when we conduct a sampling survey? Testing whether difference between observed and expected frequencies could arise due to chance. അതാണ് ഒരു യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? Standard error gives the idea about reliability of the sample, and smaller the standard error, greater the reliability.
Third one is the standard error helps in deriving confidence level of a given parameter. Confidence intervals are the limits within the parameter is expected to lie with a given probability. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ആക്ച്വലി നമുക്കറിയാം ദിസ് ഈസ് ആക്ച്വലി മീൻ. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി മീൻ. മീൻ ഇസ് എ പാരാമീറ്റർ. മ്യൂ എന്ന് ഡിനോട്ട് ചെയ്യാം. What is this? Population mean. So this is ഇത് വേണമെങ്കിൽ x1 x2 ഒക്കെ ഇത് തന്നെ സെയിം ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ 1 എന്നൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ x എന്ന് മാത്രമല്ല, ഇതൊക്കെ സാമ്പിൾ ആണല്ലോ, അതിൻ്റെ n number of observations. So this is actually population mean. Okay, and this is population variance. Usually denoted as, it is usually denoted as sigma square. So here we have two parameters. What are the parameters? Parameters, one is population mean and other one is population variance. അത് പോപ്പുലേഷൻ്റെ ആണ്, അതുകൊണ്ടാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. പാരാമീറ്റർ എന്ന് പറയണമെങ്കിൽ അത് പോപ്പുലേഷൻ്റെ ആയിരിക്കണം, മനസ്സിലല്ലേ? One is population mean and population parameter. That is parameters. Now we consider statistics എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റർ ആണ്. So this is the എന്താണ്, this is a statistic. It is a function of the example ആണ്. വേറെ സ്റ്റാറ്റിസ്റ്റിക് വരാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? ഫങ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് ടു എസ്റ്റിമേറ്റ് പാരാമീറ്റേഴ്സ്. എക്സാമ്പിൾ എക്സ് ബാർ എന്തിനാണ് ഉപയോഗിക്കുക? മീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി, മനസ്സിലായില്ലേ? ടു എസ്റ്റിമേറ്റ് മീൻ. This statistic is used to, this is function of sample values. ശരിയാണല്ലോ, അത് ഈ ഒരു ഫംഗ്ഷൻ ആണ്, function of sample values to estimate the parameters. Okay, so here x bar is used to estimate the population mean. Similarly, another example of estimator is s square. Another statistic is another example, that is s square. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം തരുന്നതേ ഉള്ളൂ. equal to 1 to n. Okay, this is actually s square. This is sample variance. Sample variance. So it can be used to estimate population variance. What is population variance? Sigma square. Population variance estimate ചെയ്യാൻ sample variance ഉം population mean estimate ചെയ്യാൻ sample mean നമ്മൾ ഉപയോഗിക്കും. So these are called. Now what is standard error? Standard error എന്ന് പറഞ്ഞാൽ ഈ എക്സ് ബാറിൻ്റെ ഇതാണ്. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? ആക്ച്വലി വാട്ട് റിക്വയർ? If we estimate with the x bar, estimate mu by
using x bar, it should be very close. Should be close to mu. ശരിയല്ലേ? നമ്മൾക്ക് ഡാറ്റ മുഴുവൻ എടുക്കാതെ ഒരു സാമ്പിൾ ഉപയോഗിച്ച് എടുത്ത് അതിൻ്റെ ആ വാല്യൂ ഒറിജിനൽ വാല്യൂവിൻ്റെ അടുത്തായിരിക്കണം. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. എക്സ് ബാർ ഷുഡ് ബി ക്ലോസ് ടു mu. Similarly, sigma square should be close to s square should be close to sigma square. അത് നമ്മളെ സിമിലർ ആയിട്ട് നമുക്ക് പറയാം. സോ ദിസ് ഈസ് ദ റിക്വയർമെൻറ്റ്. സോ നമുക്ക് അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു സാമ്പിൾ എടുത്താൽ we have to check whether this estimate is close to population parameter. Okay, so how can we find out the closeness? We can take the deviation. Okay, we can take the deviation. We can what is that? Take this deviation. So this deviation, if this deviation is 0, then exactly x bar is same as mu. Okay, if it is greater than 0, there is some positive deviation of estimate, positive deviation to x bar from mu. Okay, if it is less than 0, x bar may be left to mu, but there is a deviation. So we should have 0 for a good estimator, but we cannot ensure the 0. At the same time, it may be close to 0. Maybe it's positive value or negative value. Positive ആണെങ്കിൽ എന്താണത്? x bar muവിൻ്റെ വലതുവശത്തായിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ x bar muവിൻ്റെ ഇടതുവശത്തായിരിക്കും. സോ നമ്മൾ ഒരു എന്താണ് പറയുക, എക്സ് ബാർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അത് പോപ്പുലേഷൻ്റെ അടുത്താണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുക. മനസ്സിലായേ? So here you have what is that? ഇതെടുക്കാം, എക്സ് ബാർ എടുക്കാം. Let us consider standard error. Standard error. Okay, x bar ആണ് വന്നത്. Standard error of x bar എന്ന് വിളിക്കാൻ വേണമെങ്കിൽ standard error of x bar, അല്ലെങ്കിൽ standard error of x with x bar as the statistic. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു x bar ആണ് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ x bar എന്ന് തന്നെ കൊടുക്കാം. പല സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടല്ലോ. ഓക്കെ, സോ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ? ദിസ് ഈസ് ആക്ച്വലി വേരിയൻസ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ. Square root of variance of x bar. So what is actually this one? What is variance of x bar? Variance of x bar I think നമ്മൾ ഇവിടെ കണ്ടു. നമുക്കറിയാം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി എഴുതാം. Variance of x bar ഇതിവിടെ കൊണ്ട് കൊടുക്കാം. ഇത് സ്ക്വയർ റൂട്ടിൽ കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മളത് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. സോ ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ് ഐ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വേരിയൻസ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. x1ൻ്റെ x2ൻ്റെ x3ൻ്റെ ഒക്കെ നമ്മൾ സിഗ്മ സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ആക്ച്വലി, so you can again simplify this one.
സോ ഇതിപ്പോൾ സെയിം സാധനം n ടൈംസ് ആഡ് ചെയ്താൽ അത് തന്നെയാണല്ലോ കിട്ടുക. അതുകൊണ്ട് ജസ്റ്റ് n ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ 1n will get cancelled and then you will get the answer. What is the answer? Sigma by root n. Okay, sigma by root n. So this is the standard error of x bar. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അതുപോലെ തന്നെ ഏത് എസ്റ്റിമേറ്റ് എടുത്താലും ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇത് പ്രൊസീജിയറിന് അപ്ലൈ ചെയ്ത് നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ. ഇവിടെ എക്സ് ബാർ കൊടുക്കുക, കാരണം വെച്ചാൽ എക്സ് ബാറിൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഓഫ് എക്സ് ബാർ. സോ ഇവിടെ നോക്കുക, ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് എറർ അല്ലേ? ഇത് വെച്ചാണ് ആ എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത്. n കൂടുന്നതിനനുസരിച്ച് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ്? സ്റ്റാൻഡേർഡ് എറർ ഡിക്രീസസ് n ഇൻക്രീസസ്. n റൈറ്റ് സൈഡിൽ താഴെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് n കൂടുന്നതിനനുസരിച്ച് ഈ സിഗ്മ ബൈ റൂട്ട് n കുറയും, അതായത് സ്റ്റാൻഡേർഡ് എറർ കുറയും തിരിച്ചും. സോ സ്റ്റാൻഡേർഡ് എറർ ഇൻക്രീസസ് ആസ് n ഡിക്രീസസ്, അങ്ങനെയും പറയാം നമുക്ക്. ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ കുറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റാൻഡേർഡ് എറർ കുറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് അതിൻ്റെ അർത്ഥം? സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, സ്റ്റാൻഡേർഡ് എററിനെ വേണമെങ്കിൽ വേറൊരു രീതിയിൽ എഴുതാം. ഇവിടെ തന്നെ എഴുതാം. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ. എന്താണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ? സ്റ്റാൻഡേർഡ് എറർ ഓഫ് expectation of x bar minus whole square ഇതിൻ്റെ റൂട്ടാണ്. അഥവാ വേരിയൻസ് ഓഫ് എക്സ് ബാറിൻ്റെ, അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. വേരിയൻസ് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പോൾ നോക്കിയേ, സ്റ്റാൻഡേർഡ് എറർ കുറയാന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും? ഇവ തമ്മിലുള്ള ഡീവിയേഷൻ കുറയുമ്പോഴാണ് സ്റ്റാൻഡേർഡ് എറർ കുറയുക. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കുറയുന്ന എപ്പോഴായിരിക്കും? n ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പോൾ n ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവ തമ്മിലുള്ള ഡീവിയേഷൻ കുറയും, അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കുറയും. സ്റ്റാൻഡേർഡ് എറർ കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ബാർ ക്ലോസ് ടു മ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കുറവുള്ള എക്സ് ബാർ ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നർത്ഥം. അതിന് വേറൊരു മാർഗ്ഗം, സ്റ്റാൻഡേർഡ് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗം n ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ഈ ഒരു ഇതിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം. മനസ്സിലായോ നിരഞ്ജന? ക്ലിയർ അല്ലേ? വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഈ 3 പോയിന്റ് അതിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റിംഗ് വെദർ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കുഡ് അറൈസ് ഡ്യൂ ടു ചാൻസ്. അപ്പോൾ അത് ടെസ്റ്റ്, നമ്മൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് മൊത്തത്തിൽ തിയറി പറയാതെ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ടി ടെസ്റ്റ്, എന്താണ് പെയർഡ് ടി ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. അതെന്താ ടെസ്റ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ പോയിന്റ് അവിടെ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് ഇപ്പോൾ ഹൈപ്പോത്തസിസ്. ഒന്നാമത്തെ ഹൈപ്പോത്തസിസ് എന്താണ്? പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു സാമ്പിൾ മീൻ. പോപ്പുലേഷൻ മീൻ ഈക്വൽ സാമ്പിൾ മീൻ. അപ്പോൾ അത് മീനിന് പകരം അവിടെ ഫ്രീക്വൻസി പറഞ്ഞെന്ന് മാത്രം. അത് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പോപ്പുലേഷൻ ഫ്രീക്വൻസി ഈക്വൽ ടു സാമ്പിൾ ഫ്രീക്വൻസി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം. ആ ഒരു പോയിന്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റിംഗ് വിത്ത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കുഡ് അറൈസ് ഡ്യൂ ടു ചാൻസ്. Now the standard error gives the idea about reliability of the sample. നമുക്കറിയാം സ്റ്റാൻഡേർഡ് കുറവാണെങ്കിൽ എന്തായിരിക്കും? എക്സ് ബാർ ക്ലോസ് ടു
മ്യൂ ആയിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന എക്സ് വാല്യൂസും തന്നെയാണ്, എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് എക്സ് ബാർ എന്ന് പറയുന്നത് തന്നെയാണ് മ്യൂ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഡാറ്റയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് റിലയബിൾ ആണ്, സാമ്പിൾ റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടില്ലല്ലോ. എക്സ് ബാർ എടുക്കുമ്പോൾ മ്യൂ തന്നെ കിട്ടണമെങ്കിൽ യഥാർത്ഥ ഡാറ്റ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടാവണം. Another point is standard helps deriving confidence intervals for a given parameter. Confidence intervals are the limits. അപ്പോൾ ആ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്താണെന്ന് കാണുന്നത് നല്ലതാണ്. എന്താണ് കോൺഫിഡൻസ് ഇൻ്റർവൽ? രണ്ടാമത്തെ റിലയബിലിറ്റി, മൂന്നാമത്തെ കോൺഫിഡൻസ് ഇൻ്റർവൽ. നിങ്ങളത് കോൺഫിഡൻസ് ഇൻ്റർവൽ എന്താണെന്ന് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് പഠിക്കേണ്ട, പകരം ഞാനത് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. സോ മ്യൂ എന്ന് പറയുന്ന മീൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, ഞാനത് അങ്ങനെ എടുക്കാം. അതായത് മൈനസ് ഇസഡ്, പിന്നെ ഇസഡിന് ഡെറിവേഷൻ തിയറി ഒന്നും നിങ്ങൾ പഠിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആൻസറിലേക്ക് പോകുന്നു കേട്ടോ. ടു ലെസ് താൻ ഇവിടെ നമ്മൾ standard error of ആൽഫാബറ്റ് നമുക്ക് എന്താണെന്ന് അറിയാം. അത് ആ സ്റ്റാൻഡേർഡ് നോർമലിന്റെ ഇതാണ്. ഇതാണ് നമ്മൾ കോൺഫിഡൻസ്. ഇതിന്റെ പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു 0.95, 5%. ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഇതെടുക്കുക. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കുക. ഇത് നോക്കിയിട്ട് മനസ്സിലായില്ലേ? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സ്റ്റാൻഡേർഡ് എററിനെ രണ്ട് സൈഡിലേക്ക് കൊണ്ടുപോകും. എന്തായി, ഇതുണ്ടല്ലേ, ഇവിടെയും പോയി ഇവിടെ അത് വന്നു. അപ്പോൾ ഇവിടെ ഇത് ഔട്ടായി, ഇത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ എക്സ് ബാർ രണ്ട് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താവും, ഇവിടെ എക്സ് ബാർ വരും, ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് എക്സ് ബാർ ഉണ്ടാവും. ഇവിടെ നിന്ന് പോവും, ഇവിടേക്ക് വരുമ്പോൾ അത് മൈനസ് എക്സ് ബാർ ഉണ്ടാവും. അപ്പോൾ ഇത് നെഗറ്റീവ് സൈൻ ഉണ്ട്, എല്ലാത്തിലും നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ ഇത് പ്ലസ് ആകുമ്പോൾ, അപ്പോൾ നെഗറ്റീവ് സൈൻ ഒഴിവാക്കുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ആവും. ഓക്കെ, ഇത് പ്ലസ് ആവും, ഇത് പ്ലസ് ആവും, ഇത് നെഗറ്റീവ് പോവും, ഇത് ഗ്രേറ്റർ ദാൻ ആവും, ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ചെറുതിനെ ആദ്യം എഴുതാം. അപ്പോൾ എന്ത് വരും, ചെറുതിനെ ആദ്യം എഴുതി കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ്, ഇത് ലെസ് ആണെന്ന് എഴുതാം. This is the step rearranged using the previous step. So this is the confidence interval. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ഇന്റർവൽ കിട്ടി. ഇതാണ് ഏറ്റവും ചെറിയ വാല്യൂ, ഇത് ചെറിയ വാല്യൂ, അതുപോലെ ഇത് വലിയ വാല്യൂ. ആ ഇന്റർവെലിന്റെ ഉള്ളിലായിരിക്കും മ്യൂ കിടക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണ് വരിക,
സോ mu belongs to, നമുക്ക് എങ്ങനെ എഴുതാം, mu belongs to this interval. ഓക്കെ, സോ ഈ ഇന്റർവെലിനെയാണ് പറയുക കോൺഫിഡൻസ് ഇന്റർവൽ എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എറർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോൺഫിഡൻസ് ഇന്റർവൽ. ഇതാണ് 95% കോൺഫിഡൻസ് ഇന്റർവൽ. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നൗ വി മൂവ് ടു ദി നെക്സ്റ്റ് വൺ, advantage. So before that we will consider some more points. You know, yeah, what is the need of sample? What is the need of sample? What is first need is greater speed. This advantage is sampling. Okay, greater speed. ഇപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ സെൻസസ് 10 വർഷത്തിലൊരിക്കൽ ചെയ്യുന്നത്. സോ by through sampling we can collect the data as early as possible. So the greater speed is one of the point. Second one is greater accuracy. Okay, so നമ്മൾ വിചാരിക്കും സാമ്പിൾ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ആണെങ്കിലും നമ്മൾ കണ്ട ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്ത തിയറി പ്രകാരം ആസ് പെർ ദിസ് തിയറി ദ സാമ്പിൾ എസ്റ്റിമേറ്റേഴ്സ് ആർ what is that, they are providing greater accuracy. ഓക്കെ, അപ്പോൾ റിസൾട്ടുകളൊക്കെ ആക്യുറസി ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളിത് ഈ ഒരു കണ്ടന്റൊക്കെ ഒന്ന് വായിക്കാം. സം മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. മനസ്സിലായില്ലേ? അടുത്ത പോയിന്റ് ഇതാണ്. ആസ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് സാമ്പിൾ മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് സെൻസസ്. സെൻസസിൽ എല്ലാം എടുക്കും, പക്ഷേ സാമ്പിളിങ്ങിൽ കുറച്ച് തന്നെ എടുക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, നമുക്ക് എല്ലാവരും ഡാറ്റ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇനി ഒരുപാട് ആളുകളെ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്പീഡാക്കും, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രായമുള്ളവരെയൊക്കെ വയസ്സ് ചോദിച്ചറിയണമെങ്കിൽ കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ അവരുടെ രോഗവിവരങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ഒരു എണ്ണം കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് we will get more information regarding the study. Next one is very important, reduced cost. Okay, reduced cost involved is very less. ഇപ്പോൾ നമ്മളൊരു സെൻസസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വീടുകളിലും പോകണം, എല്ലാ യൂണിറ്റിനും എടുത്തു. അപ്പോൾ അവർക്കൊക്കെ മെറ്റീരിയൽസ് വേണം, ആ പോകുന്നവർക്കൊക്കെ TADA വേണം, ഭക്ഷണത്തിൻ്റെ ചിലവ് വേണം. ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ വലിയൊരു ടീം വേണം. പക്ഷേ സാമ്പിൾ ചെയ്യുമ്പോൾ എന്താണ്, ഇത്രയൊന്നും കോസ്റ്റ് ഇൻവോൾവ് അല്ല. മനസ്സിലല്ലേ? ഇറ്റ്സ് വെരി ലെസർ because of lesser number of units in the sample. In a comparison to population, conserved time, money, energy are saved in observing the sample units in relation to the situation where all units in the population are covered. So അപ്പോൾ ലെസ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇത് അട്രാക്റ്റീവ് ആണ്. സോ ലെസ് കോസ്റ്റ്. So these are the points explained here also. Less time, less cost involved. One technique if the testing process is destructive. Only technique if the testing process is destructive. നമ്മളിപ്പോൾ അറിയാം, നമ്മളൊരു ഒരു പോപ്പുലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ നാശമായി പോയതുണ്ടാവും, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു പോയതുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കി നല്ല റെസ്പോൺസ് കിട്ടുന്ന യൂണിറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഓൺലി ടെക്നിക് വെൻ ദർ ഈസ് പ്രാക്ടിക്കൽ ഇൻഫീസിബിലിറ്റി. ഇപ്പോൾ നമ്മൾ ഓൾ കേരള സ്റ്റഡി നടത്തുമ്പോൾ മലയോര പ്രദേശങ്ങളൊക്കെ പോയി എടുക്കണം, അല്ലെങ്കിൽ കടലോര പ്രദേശങ്ങളൊക്കെ പോയി എടുക്കണം, ഡാറ്റ എടുക്കണം. അപ്പോൾ അവിടെയൊക്കെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒറ്റ വഴി ഇതാണ്, ഈ സാമ്പിളിംഗ് ടെക്നിക്കാണ്. ഓൺലി ടെക്നിക് വെൻ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് നമ്പർ, അൺകൗണ്ടബിൾ നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മുഴുവൻ എടുക്കാൻ ഒരിക്കലും പറ്റില്ല. എന്നാ അവസാനിക്കുക, ഡാറ്റ കളക്ട് ചെയ്തിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്ക് സാമ്പിളിംഗ് മെത്തേഡ് മാത്രമേ അതിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഇനഫ് റിലയബിലിറ്റി ഫോർ ഇൻഫറൻസ് ബേസ്ഡ് ഓൺ സാമ്പിളിംഗ്. സാമ്പിൾ മീൻ ക്ലോസ് ടു പോപ്പുലേഷൻ മീൻ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ സാമ്പിൾ വേരിയൻസ് ക്ലോസ് ടു പോപ്പുലേഷൻ വേരിയൻസ് ഒക്കെ ആകുമ്പോൾ നമുക്കത് കൂടുതൽ റിലയബിൾ ആണെന്ന് പറയാം, ഡാറ്റ റിലയബിൾ ആണെന്ന് പറയാം.
ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വായിക്കണം, നിങ്ങളുടെ നോട്ടിൽ എഴുതണം. അതുപോലെ ലാസ്റ്റ് വൺ, ക്വാളിറ്റി ഓഫ് ഡാറ്റ കളക്ടഡ്. നമ്മളിങ്ങനെ സാമ്പിൾ എടുത്താലും അതിന് ക്വാളിറ്റിക്ക് ഒരു മങ്ങലുമില്ല. കാരണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് തിയറി അത് എൻഷുർ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? സ്റ്റാറ്റിസ്റ്റിക്കൽ തിയററ്റിക്കലി അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് ദ ഡാറ്റ വിൽ ബി ദെയർ. നമുക്ക് വിശ്വസിക്കാം, ഈ സാമ്പിൾ സ്റ്റഡികളൊക്കെ വിശ്വസിക്കാൻ പറ്റും. ഫോർ ലാർജ് പോപ്പുലേഷൻ കംപ്ലീറ്റ് എനുമറേഷൻ ഓൾസോ സഫർ ഫ്രം possibility of spurious or unreliable data collected by the enumerators. On the other hand, there is a greater confidence on the purity of data collected in sampling, as there can be better interviewing, better training and supervision of enumerator. ഇപ്പോൾ നമ്മൾ സെൻസസ് ഒക്കെ എടുക്കുമ്പോൾ ഞാനൊക്കെ പോയിട്ടുണ്ട്. ഞാനൊക്കെ സെൻസസിൻ്റെ മാസ്റ്റർ ട്രെയിനർ ആയിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് സെൻസസിൻ്റെ മാസ്റ്റർ ട്രെയിനർ ആയിരുന്നു. ഞാൻ പല പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകളിലൊക്കെ പോയി അവിടെ വരുന്ന എന്യൂമറേറ്റേഴ്സ് ആരൊക്കെയാണ്? എന്യൂമറേറ്റേഴ്സ് സ്കൂൾ ടീച്ചർമാർ, ഗവൺമെൻറ് ഓഫീഷ്യൽസ് ഒക്കെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നല്ല ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും റിസൾട്ട് വളരെ കൃത്യമായിരിക്കും, ക്വാളിറ്റിയുള്ള ഡാറ്റ ആയിരിക്കും. ഒന്നും അറിയാത്ത ആളുകൾ പോയി ചെയ്യുന്ന പോലെയല്ല, എല്ലാം കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ പോയി ചെയ്യുമ്പോഴുള്ള ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവും. ഡാറ്റ ക്വാളിറ്റി ക്യാൻ ബി എൻഷുർഡ്. ഓക്കെ, സോ ദീസ് ആർ ദ പോയിന്റ്സ് വി ഹാവ് ടു റൈറ്റ് if in examination if you have some question regarding advantage, you can write in a detailed way using this book and the book of Singh. ഓക്കെ, സോ നിങ്ങളിത് വായിക്കണം, പലതവണ വായിക്കണം.